നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്തുള്ള മഴുവന്നൂരാണ്. മഴുവന്നൂർ ദേവീ ക്ഷേത്രത്തിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയുള്ള മേൽശാന്തി എൻ്റെ സുഹൃത്തായ ശ്രീ രാജീവ് തിരുമേനിയാണ്. ഈ പോകുന്നതാണ് രാജീവ് തിരുമേനി. നമുക്ക് ആദ്യം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളൊന്ന് കണ്ടുവരാം. ഇത് മഴുവന്നൂർ ജംഗ്ഷനിൽ കാണുന്ന ഗോപുരമാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോവാം, ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോവാം. ഇവിടെ വന്നാൽ ആദ്യം കാണേണ്ടത് മഹാദേവനെയാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എന്താണേലും രാജീവ് തിരുമേനിയോട് തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ചോദിക്കാം, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് രാജീവ് നമ്പൂതിരി, സ്ഥലം തൊടുപുഴ, ഇരളിയൂരില്ലം. ഞാനിവിടെ മഴുവന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അതിൻ്റെ നേരെ പുറകിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ളൊരു ഭഗവതിയാണ്. വളരെ പ്രാധാന്യമുള്ളൊരു ശക്തിയുള്ളൊരു ഭഗവതി. പിന്നെ ഇവിടെ ശിവനുണ്ട്. ശിവൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമുള്ളൊരു ശിവനാണ്. വളരെ ശക്തിയുള്ള ശിവനാണ്. പിന്നെ ശാസ്താവുണ്ട്. ശാസ്താവ് എന്താ വെച്ചാൽ അമൃത കലശം കയ്യിലേറ്റിയ ശാസ്താവാണ്. അപ്പൊ രോഗശാന്തിക്കൊക്കെ വളരെ നല്ല ഇത് നമുക്ക് ഇത് വരും. ഇത് പ്രതിഷ്ഠ ശരിക്ക് പഴയ ഒരു പൗരാണിക രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃക്കാക്കര മൂസിന്റെ അമ്പലമാണ്. അതിപ്പോ ഇവിടെ മഴുവന്നൂർ വാര്യത്തെ അവരാണ് ഏറ്റെടുത്തേക്കണത്. പൂജാതി കർമ്മങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മഴുവന്നൂർ വാര്യത്തെ ആൾക്കാരാണ് എല്ലാം ചെയ്യണത്. ഇത് ക്ഷേത്രത്തിന്റെ പടിപ്പുരയാണ്. നമ്മൾ ആനക്കൊട്ടിലേക്ക് കടക്കുന്നു. വളരെ പൗരാണികത തുളുമ്പുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. എന്നാൽ നന്നായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഏരിയയുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ പ്രശാന്തിനെ കാണുന്നത്. ഞാൻ പ്രശാന്ത്, ഈ അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. കൊറോണ വന്ന കാലഘട്ടത്തിന് സമയത്താണ് ഞങ്ങളെ 5-6 പേര് കൂടി ഇവിടെ വന്ന് അമ്പലം സെറ്റാക്കിയത്. ഈ രീതിയിലായത് ഭക്തരുടെയും അമ്പലത്തിന്റെ മാനേജരുടെയും സഹകരണത്തോടുകൂടിയാണ് ഇത്രയും സെറ്റപ്പ് ആയത്. കാരണം നല്ല പ്രവർത്തനത്തോടുകൂടി ഒരു കാട് മൂടി കിടന്നിരുന്ന ഈ രീതിയിലാക്കി പ്രദക്ഷിണ വഴിയാണെങ്കിലും ഭക്തരുടെ വലിയ സഹകരണത്തോടുകൂടി ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നേക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ വന്നാൽ ആദ്യം നമ്മൾ പോകേണ്ടത് മഹാദേവനെ കാണാനാണ്. മഹാദേവൻ ക്ഷേത്രത്തിന്റെ അല്പം വടക്കോട്ട് മാറിയിട്ടാണ്. തൊട്ടടുത്തൂടെ തന്നെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് പോകാം. ഇവിടെ എല്ലാം വളരെ നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. പടിഞ്ഞാട്ട് ദർശനമുള്ള മഹാദേവ ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്, വളരെ കുറവാണ്. ആ പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള മഹാദേവ ക്ഷേത്രമാണിത്. ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ പടിപ്പുരയാണ്. നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകാം. സമയം 9:30 കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നട അടഞ്ഞു കിടക്കുകയാണ്. എന്നാലും നമുക്ക് അകത്ത് കയറിയൊന്ന് തൊഴുതിട്ട് വരാം. തിരക്ക് വളരെ കുറവാണ്. ശംഭൂ മഹാദേവ. നന്ദി മഹാദേവനെ തൊഴുതിരിക്കുന്നു. ചതുരത്തിലുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുമുള്ളത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ പടിപ്പുരയ്ക്ക് വെളിയിലായിട്ടൊരു ആൽത്തറയുമുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ശാസ്താവിനെ കാണാനാണ്. വളരെ ശക്തിയുള്ള ശാസ്താവാണ്. അമൃതകലശ ശാസ്താവാണ്. രോഗശാന്തിക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താൻ പറ്റിയ ശാസ്താ ക്ഷേത്രമാണ്. ഇത് നാഗത്താന്മാരുടെ സ്ഥലമാണ്. വളരെയധികം നാഗത്താന്മാരെ ഇവിടെ പ്രതിഷ്ഠിച്ചെന്നാണ് തിരുമേനി പറഞ്ഞത്. ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോകാം. മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വളരെ ശക്തിയുള്ള ഭഗവതിയാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഭഗവതിയാണ്. അഭീഷ്ടകാര്യ സിദ്ധിക്ക് വഴിപാടുകൾ പ്രത്യേകം നടത്താൻ പറ്റുന്ന ക്ഷേത്രമാണ്. വളരെ ശാന്തസുന്ദരമാണ് ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയാം. ചതുരത്തിലുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വലിയ വലിയ ശ്രീകോവിലുമാണ് കേട്ടോ. വലിയ ശ്രീകോവിലുമാണ്. ഏത് കാലത്താണ് ഈ ക്ഷേത്രത്തിന്റെ പണി നടന്നതെന്നോ സ്ഥാപിക്കപ്പെട്ടതെന്നോ കൃത്യമായ അറിവുകൾ ഇല്ല എന്ന് തോന്നുന്നു.
ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വരാം. പുറത്തെ കാഴ്ചകൾ കാണാം. പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞാൻ പുറത്തേക്ക് വന്നു. ഒന്ന് വലത്തിട്ട് നമുക്ക് വരാം. ക്ഷേത്രത്തിന്റെ പുറത്തുകൂടി ഒന്ന് വലത്തിട്ട് നോക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്ത് മനോഹരമാണെന്ന് നോക്കി. വളരെ സുന്ദരം. അതായത് ശാന്തത ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു അനുഭവിച്ചറിയണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഗ്രാമപ്രദേശവും നല്ല ശാന്തതയും അനുഭവിക്കാൻ, നല്ല ശുദ്ധവായുവും അതും കൂടി പറയണമല്ലോ, ശുദ്ധവായുവും അനുഭവിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഈ ക്ഷേത്രം. പ്രശാന്ത് പറയുന്നു, ഇപ്പോൾ ഇത് അതിന്റെ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവുത്സവം അമ്മയ്ക്ക് തുലാത്തിലെ തിരുവോണമാണ്. ഇടിയാണ് ഇവിടുത്തെ ഉത്സവമായിട്ട് ഇപ്പൊ ഞങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ 30-നാണ് തിരുവോണം. ഇടി ഒരു പ്രത്യേകതരം വഴിപാടായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുന്ന അമ്മയുടെ ഒരു ഉത്സവമാണ്. പിന്നെ അമ്മ പടിഞ്ഞാട്ട് തിരിഞ്ഞ് ദർശനമായിട്ടിരിക്കുന്ന ഒരു അമ്മയാണ്. ഭഗവതിക്ക് വൈകിട്ട് വിരുതിയുള്ള അമ്പലമാണ്. ഇത്തരം സഹായം കൊണ്ട് ഇവിടെ ഒരു വികസന പ്രവർത്തനം ഈ നടക്കാൻ പോകുന്നത്. ഈ ഗോപുരം വളരെ പഴക്കമുള്ളതാണ്. ആ ഗോപുരം ഒന്ന് പൊളിച്ച് അമ്മയുടെ ഇഷ്ടത്തിന് പണത്തിൽ സെറ്റാക്കണമെന്നും, പിന്നെ ഒരു തീർത്ഥക്കുളം, അമ്മയ്ക്ക് ആറാടാനുള്ള തീർത്ഥക്കുളം പണി നടക്കാനായിട്ട് കുളം ഞങ്ങൾ താത്തി സെറ്റ് ചെയ്തു. കുളം പഴയ സ്ഥാനത്ത് തന്നെ സെറ്റായിട്ടുണ്ട്. പക്ഷെ ഒരു 21 നട കെട്ടി അത് തീർത്ഥക്കുളമാക്കി ആറാട്ട് നടത്താനുള്ള സെറ്റിലിംഗ് എത്താനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ. പ്രശാന്ത് പറഞ്ഞ ദേവിയുടെ ആറാട്ട് നടക്കുന്ന ക്ഷേത്രക്കുളം കൂടി കണ്ടിട്ട് വരാം. 21 പടികളുള്ള ക്ഷേത്രക്കുളമാണ്. പക്ഷെ പടികളുടെ പണി നടന്നിട്ടില്ല. ആ പടികളിൽ ഇറങ്ങി കാലും മുഖമൊക്കെ കഴുകി വേണം ദേവിയെ കാണാനെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിന്റെ വെള്ളത്തിന്റെ ലെവൽ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മട്ടൂസ്, കൊക്കരണി, ഇത് കൊക്കരണി ആയിരുന്നു എന്നാണ് പ്രശാന്ത് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും വിരാടം വിനോദത്തിന്റെ നന്ദി.